ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഒ ഹെൻറി എന്ന് പറയുന്നൊരു എഴുത്തുകാരനാണ്. എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് ഗോസ് ദ പ്രോവർ. ഒരു പഴഞ്ചൊല്ലാണ്, എല്ലാ ക്ലൗഡിനും ഒരു സിൽവർ ലൈനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എല്ലാ മോശമായ അവസരങ്ങളിലും നമുക്ക് എന്ത് നടക്കും, ഒരു നല്ല അവസരം നടക്കും. അത് പിടിവള്ളി എന്നൊക്കെ പറയാറില്ലേ, അതേപോലെയാണ്. ഈവൻ ഇൻ ദ മോസ്റ്റ് ഡെസ്പറേറ്റ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ് ദെർ വിൽ ബി ഓൾവേസ് ബി എ റേ ഓഫ് ഹോപ്പ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് ഒരു റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു നാളം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇമൻസ് പവർ ഓഫ് ദ മൈൻഡ് ദാറ്റ് ക്യാൻ വർക്ക് മിറക്കിൾസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇമ്മൻസ് പവർ, ഒരു ശക്തിയാണ്. വി ക്യാൻ ഗെറ്റ് ഓവർ അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസ് ബൈ വിർച്യൂ ഓഫ് അവർ മൈൻഡ് പവർ. മോശമായ അവസ്ഥകളിൽ നിന്ന് പോലും നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നാണ് പറയുന്നത്. നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ടു ഗ്രീനിഷ് വില്ലേജ് മെനി പീപ്പിൾ കെയിം ഹു വെയർ ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. ഗ്രീനിഷ് എന്ന് പറയുന്ന വില്ലേജിലേക്ക് ആർട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. They like the bohemian life of the village and they enjoy living among so many artists. വില്ലേജിലുള്ള ആ ഒരു ബൊഹിമിയൻ ലൈഫ് എന്ന് വെച്ചാൽ ആർട്ടിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, സാധാരണയായിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, യൂഷ്വൽ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് അവർക്ക് ഇഷ്ടം. ദി ബിൽഡിംഗ്സ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് വെയർ ഓഫൺ വെരി ഓൾഡ് ആൻഡ് ഡേർട്ടി ബട്ട് ദിസ് ഓൺലി ആഡഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. അവിടെയുള്ള ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റും വളരെയധികം ഓൾഡും ഡേർട്ടിയുമാണ്. പക്ഷേ ഇതെല്ലാം അവിടെ വരുന്ന ആൾക്കാർക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയതെന്നാണ് പറയുന്നത്. അറ്റ് ദ ടോപ്പ് ഓഫ് ആൻ ഓൾഡ് 3-story brick house, Sue and Jonah had their studio. ഒരു 3-story ബിൽഡിംഗ്, 3-story brick house എന്ന് വെച്ചാൽ 3 നിലയുള്ള ഒരു കൽക്കെട്ടിടത്തിൻ്റെ മുകളിലായിട്ട് സ്യൂവും ജോണയും അവരുടെ സ്റ്റുഡിയോ നിർമ്മിച്ചു വെച്ചിരുന്നു. ജോൺസി വാസ് ദ ഫെമിലിയർ നെയിം ഫോർ ജോണ. ജോണയെ വിളിച്ചിരുന്നത് ജോൺസി എന്നാണ്. വൺ ഓഫ് ദം വാസ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് മെയിനി ആൻഡ് ദി അതർ ഫ്രം കാലിഫോർണിയ. ഒരാൾ കാലിഫോർണിയയിൽ നിന്നും മറ്റൊരാൾ മെയിനിൽ നിന്നുമാണ്. They had met in the restaurant of an English street hotel. അവർ പരസ്പരം കണ്ടുമുട്ടിയത് ഒരു ഇംഗ്ലീഷ് സ്ട്രീറ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്. Both were artists who had recently come to New York to make their living. രണ്ടുപേരും എന്താണ്, ഒരു ആർട്ടിസ്റ്റാണ്. അവർക്ക് ജീവിക്കാൻ വേണ്ടി, അതായത് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ന്യൂയോർക്കിലേക്ക് അടുത്തിടെ എത്തിയതാണ് രണ്ടുപേരും. That way in May. ആ സമയം മെയ്യിലായിരുന്നു. In November, a cold, unseen stranger whom the doctors called pneumonia stalked about the city, touching one here and one there with his icy finger. നവംബർ ആയപ്പോഴേക്കും ഡോക്ടേഴ്സ് വിളിച്ചിരുന്ന ഒരു അൺസീൻ സ്ട്രേഞ്ചർ എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ കാണാത്ത ഒരു സ്ട്രേഞ്ചർ അവിടെ എത്തി. പേരാണ് ന്യൂമോണിയ. അത് തൻ്റെ ഐസി ഫിംഗർ കൊണ്ട് അവിടെ ഒരാൾ ഇവിടെ ഒരാൾ എന്നിങ്ങനെ തൊട്ട് തഴുവി നടന്നു എന്നാണ് പറയുന്നത്. അത് അസുഖം ബാധിച്ചവരുടെ എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഹി ടച്ച്ഡ് ജോൺസി ആൻഡ് ഷീ ലേ സ്കേഴ്സ്ലി മൂവിങ് ഓൺ ഹെർ പെയിന്റഡ് അയൺ ബെഡ് ലുക്കിംഗ് ത്രൂ ദ സ്മോൾ വിൻഡോ അറ്റ് ദ ബ്ലാങ്ക് വാൾ ഓഫ് ദ ഓപ്പോസിറ്റ് ബിൽഡിംഗ്. അത് ആർക്കും ബാധിച്ചു, ജോൺസിക്കും ബാധിച്ചു. ജോൺസി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു തൻ്റെ പെയിന്റഡ് അയൺ ബെഡിൽ. അവിടെ നിന്നും പുറത്തേക്ക് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലെ ബ്ലാങ്ക് വാളിലേക്ക് നോക്കിയാണ് ജോൺസി കിടന്നിരുന്നതെന്ന് പറയുന്നത്. വൺ മോർണിംഗ് ദ ബിസി ഡോക്ടർ ഇൻവൈറ്റഡ് സ്യൂ ഇൻ ടു ദ ഹാൾ. ഒരു ദിവസം ഡോക്ടർ എന്ത് ചെയ്തു, സ്യൂവിനെ ഹാളിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷീ ഹാസ് 1 chance ഇൻ ലെറ്റ് us say 10. ഡോക്ടർ പറഞ്ഞത് നമുക്കവിടെ ചാൻസ് പറയുകയാണെങ്കിൽ 10-1 എന്ന രീതിയിൽ വേണം പറയാൻ. ഹീ സെഡ് ആസ് ഹീ ഷുക്ക് ഡൗൺ ദ മെർക്കുറി ഇൻ ഹിസ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അതായത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് ക്ലിനിക്കൽ തെർമോമീറ്ററിലെ മെർക്കുറി ഒന്ന് നമ്മളെ കുലുക്കി നോക്കാറുണ്ട്, നിങ്ങൾ ഡോക്ടേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഡോക്ടർ പറഞ്ഞത് അവളുടെ ചാൻസ് വളരെ കുറവാണെന്ന്. ആൻഡ് ദാറ്റ് ചാൻസ് ഈസ് ഫോർ ഹെർ ടു വാണ്ട് ടു ലിവ്. ആ 10-1 എന്ന് പറയുന്ന ചാൻസ് എന്ന് വെച്ചാൽ അവൾക്ക് ജീവിക്കാനുള്ള ഒരു ചാൻസ് ആണ്. ബട്ട് യുവർ ലിറ്റിൽ ലേഡി ഹാസ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെൽ. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് അവരുടെ മൈൻഡ് മേഡപ്പ് ചെയ്തു, അതായത് ഡിസൈഡ് ചെയ്തു ഇനി ജീവിക്കാൻ പോകുന്നില്ല എന്ന്. ഹാസ് ഷീ എനിത്തിങ് ഓൺ ഹെർ മൈൻഡ്, അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഷീ വാണ്ടഡ് ടു പെയിന്റ് ദ ബേ ഓഫ് നേപ്പിൾസ് സം ഡേ സെഡ് സ്യൂ. സ്യൂ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾക്ക് ബേ ഓഫ് നേപ്പിൾസ്, ഇതൊരു പെയിന്റിംഗ് ആണ്, അത് വരയ്ക്കണമെന്നാണ് ആഗ്രഹം. നോ, സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്, എ മാൻ ഫോർ ഇൻസ്റ്റൻസ്.
ഡോക്ടർ പറഞ്ഞു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അവർക്ക് അവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, കല്യാണം കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ സു പറഞ്ഞു നോ എന്ന് പറഞ്ഞു. വെൽ, ഇറ്റ് ഈസ് ദ വീക്ക്നെസ് ദെൻ, സെഡ് ദ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ഇത് അവളുടെ വീക്ക്നെസ് ആണ്. ബട്ട് whenever my patients begin to count their last few moments, I subtract 50% from the curative power of medicines. എപ്പോഴെല്ലാമാണോ എൻ്റെ പേഷ്യൻസ് അവരുടെ അവസാന ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങുന്നത്, അവർക്ക് കൊടുക്കുന്ന മെഡിസിനിൽ നിന്നും 50% ഞാൻ കുറയ്ക്കാറുണ്ട്. If you can succeed in making her interest in something, in asking for instance about the latest styles in women's clothes, then I will promise you a 1 in 5 chance for her instead of 1 in 10. പക്ഷേ നിനക്ക് അവളെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റിയാൽ, താല്പര്യപ്പെടുത്താൻ പറ്റിയാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ വുമൻസിൻ്റെ ക്ലോത്ത്സ്, അതേപോലെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആക്കാൻ പറ്റിയാൽ 10ൽ 1 എന്ന ചാൻസിന് പകരം 5ൽ 1 എന്ന ചാൻസ് ആക്കി ഞാൻ മാറ്റിത്തരാം, അതായത് അവളെ സുഖപ്പെടുത്തി തരാം എന്നാണ് ഡോക്ടറോട് പറയുന്നത്. ആഫ്റ്റർ ദ ഡോക്ടർ ഹാഡ് ഗോൺ, സ്യൂ വെന്റ് ഇൻ ടു ഹെർ ഓൺ റൂം ആൻഡ് ക്രൈഡ്. ഡോക്ടർ പോയതിനു ശേഷം സ്യൂ തൻ്റെ മുറിയിൽ ചെന്ന് കരയുകയാണ്. Later, trying not to show her sadness, she went into Johnsey's room, whistling. അതിനുശേഷം തൻ്റെ ദുഃഖം പുറത്ത് കാണിക്കാത്ത രീതിയിൽ അവൾ ജോൺസിയുടെ റൂമിലേക്ക് വിസിൽ ചെയ്തുകൊണ്ട് പോവുകയാണ്. ജോൺസി ലേ അണ്ടർ ദ ബെഡ് ക്ലോത്ത്സ് വിത്ത് ഹെർ ഫേസ് ടുവേർഡ് ദ വിൻഡോ. ജോൺസി എന്ത് ചെയ്യുകയാണ്? കട്ടിൽ കിടക്കുകയാണ്, മുഖം നേരെ വിൻഡോയിലേക്ക് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. സ്യൂ സ്റ്റോപ്ഡ് വിസ്ലിംഗ്, തിങ്കിങ് ജോൺസി വാസ് അസ്ലീപ്. ജോൺസി ഉറങ്ങുന്നുവെന്ന് വിചാരിച്ച് സ്യൂ വിസിലിംഗ് നിർത്തി. ബട്ട് സൂൺ സ്യൂ ഹേർഡ് എ ലോങ് സൗണ്ട് സെവറൽ ടൈം റിപ്പീറ്റഡ്. ഷീ വെന്റ് ക്വിക്ക്ലി ടു ദ ബെഡ് സൈഡ്. പക്ഷെ പെട്ടെന്ന് തന്നെ സ്യൂ എന്തോന്ന് കേട്ടു, ഒരു ചെറിയ സൗണ്ട് റിപ്പീറ്റഡ് ആയി പറയുന്നത് കേട്ടു. ഉടനെ ബെഡ് സൈഡിലേക്ക് സ്യൂ പോയി. ജോൺസീസ് ഐസ് വെയർ ഓപ്പൺ വൈഡ്. ജോൺസി ആ ഉണ്ടക്കണ്ണും തുറന്ന് വച്ചിരിക്കുകയാണ്. ഷീ വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് കൗണ്ടിങ് ബാക്ക്വേർഡ്സ്. ജോൺസി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് കൗണ്ട് ചെയ്യുകയാണ്. എങ്ങോട്ട്? പുറകിലോട്ട്. 12 ഷീ സെഡ്, ആൻഡ് എ ലിറ്റിൽ ലേറ്റർ 11, ആൻഡ് ദെൻ 10 ആൻഡ് 9 ആൻഡ് ദെൻ 8 ആൻഡ് 7 ഓൾമോസ്റ്റ് ടുഗദർ. ആദ്യം 12 എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞത് 11 പിന്നെ 10, 9, 8, 7 ഇങ്ങനെ പെട്ടെന്ന് പറയാൻ തുടങ്ങി. സ്യൂ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. വാട്ട് വാസ് ദെയർ ടു കൗണ്ട്? സ്യൂ പുറത്തേക്ക് നോക്കുകയാണ്, അവിടെ എന്താണ് ഇത്രയും കൗണ്ട് ചെയ്യാനുള്ളതെന്ന്. There was only a grey backyard and the blank wall of the opposite house. അവിടെ ഓപ്പോസിറ്റ് വീട്ടിലെ ആ ഒരു ബ്ലാങ്ക് വാളും പിന്നെ ഒരു ഗ്രേ ബാക്ക് യാർഡ് മാത്രമേ ഉള്ളൂ, പുറകു വശവും മാത്രമേ ഉള്ളൂ. An old ivy vine dead at the roots. പിന്നെ ഒരു ivy vine, ഒരു വള്ളിച്ചെടിയാണ്, അത് വേരടുപ്പിച്ച് ഡെഡ്, അതായത് വാടി നിൽക്കുകയാണ്. Climbed halfway up the wall. ആ വാളിൻ്റെ പകുതിയോളം ഈ ഒരു ചെടി പടർന്നു നിൽക്കുകയാണ്, പക്ഷേ അത് വാടിക്കൊണ്ടിരിക്കുകയാണ്. The cold breath of autumn had blown almost all the leaves from the vine until its branches were almost bare. ഓട്ടം സീസണിലുള്ള ആ ഒരു കോൾഡ് ബ്രെത്ത്, അതായത് ആ ഒരു കാറ്റ്, അതിലുള്ള ഇലകളെ മൊത്തം എന്ത് ചെയ്യുകയാണ്? ബ്ലോ ചെയ്ത് കളഞ്ഞു. ഇനി കുറച്ച് മാത്രമേ അവിടെ ഉള്ളൂ, ബ്രാഞ്ചസും. വാട്ട് ഈസ് ഇറ്റ് ഡിയർ? ആസ്ക്ഡ് സു. സു ചോദിച്ചു, എന്താണ്? 6 said Johnsy very quietly. ജോൺസി വളരെ പതുക്കെ പറയുകയാണ്, 6. They are falling faster now. അവ വളരെ പെട്ടെന്ന് ഫോൾ ചെയ്യുകയാണ്. 3 days ago there were almost 100. 3 ദിവസം മുമ്പ് ഏകദേശം 100ഓളം ഇലകൾ അവിടെ ഉണ്ടായിരുന്നു. It makes my headache to count them. അവരെ കൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. But now it's easy. പക്ഷേ ഇപ്പോൾ ഇലകൾ കുറഞ്ഞതുകൊണ്ട് കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ്. There goes another one. There are only 5 left now. ഇതാ ഒന്നുകൂടി പോയി, ഇനി 5 എണ്ണം മാത്രമേ ഉള്ളൂ. 5? What dear? Tell me, said Sue. 5? എന്താണ്? നിൻ്റെയോട് പറയൂ, Sue പറഞ്ഞു. Leaves on the ivy vine. When the last one falls, I must go too. I have known that for 3 days. Didn't the doctor tell you? ഇലകളാണ് ഞാൻ എണ്ണുന്നത്, ആ ഐവി വൈനിലുള്ളത്. അവസാനത്തെ ഇല വീഴുമ്പോഴേക്കും ഞാനും അതിനോടൊപ്പം പോകണം. ഇനി ഏകദേശം നേരത്തെ ഒരു 3 ദിവസമായി ഞാൻ എന്ത് ചെയ്യുകയാണ്? എണ്ണുകയാണ്. നിന്നോട് ഡോക്ടർ പറഞ്ഞില്ലേ? The doctor didn't say any such thing. That is pure foolishness, said Sue. ഡോക്ടർ എന്നോട് ഒന്നും പറഞ്ഞില്ല, ഇത് വെറും മണ്ടത്തരമാണ്, സു പറയുന്നു. What have old ivy leaves to do with your getting well? ഈ ഐവി ലീവ്സും നിന്റെ ശുശ്രൂഷയും അല്ലെങ്കിൽ നിനക്ക് ഭേദമാകുന്നതും തമ്മിൽ എന്താണ് ബന്ധം? And you
used to love that old wine so much. നിനക്ക് ആ വൈനെ വളരെയധികം ഇഷ്ടമായിരുന്നില്ലേ? Please don't be silly. വെറുതെ മണ്ടത്തരം പറയാതിരിക്കൂ. The doctor told me this morning that your chances of getting well soon were excellent. Now try to take some soup and let me get back to work so that I can make money to buy you some good port wine. ഡോക്ടർ പറഞ്ഞു നിനക്ക് ഉടനെ തന്നെ ഭേദമാകുമെന്ന്. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? കുറച്ച് റെസ്റ്റ് എടുക്ക്. ഞാൻ എന്ത് ചെയ്യാം? കുറച്ച് ജോലി ചെയ്തിട്ട് വരാം. അങ്ങനെയെങ്കിൽ എനിക്ക് പണം ഉണ്ടാക്കി നിനക്ക് ഒരു പോട്ട് വൈൻ വായിച്ചു തരാം. ഭക്ഷണമായിരിക്കും ഉദ്ദേശിക്കുന്നത്. You needn't get any more wine, said Johnsy, keeping her eyes fixed out of the window. വിൻഡോയിലേക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ജോൺസി പറയുകയാണ്, നീ എനിക്ക് വൈനൊന്നും വായിച്ചു തരണ്ട. There goes another. അതാ ഒന്നുകൂടി പോയി. That leaves just 4. ഇനി 4 എണ്ണം കൂടിയേ ഉള്ളൂ അവിടെ. I want to see the last one fall before it gets dark. Then I will go too. ഇരുട്ടുന്നതിന് മുമ്പ് അവസാനത്തെ ഇല വീഴുന്നതും എനിക്കൊന്ന് കാണണം. അപ്പോഴേക്കും ഞാനും പോകും. Johnsy, dear, said Sue, bending over her. Will you promise me to keep your eyes closed and not look out of the window until I have finished working? I must deliver these drawings tomorrow. I need the light, otherwise I would pull down the curtain. ജോൺസിയെ പിടിച്ച് ഇരിപ്പിച്ചിട്ട് നമ്മുടെ സ്യൂ പറയുകയാണ്, നീ ഒന്ന് മിണ്ടാതിരിക്കുമോ? കുറച്ച് നേരത്തേക്ക് ഒന്ന് കണ്ണടച്ച് മിണ്ടാതിരിക്കാൻ പറയുകയാണ്. അപ്പോഴേക്കും എനിക്കൊന്ന് എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യണം. എനിക്ക് ഈ കർട്ടൻസ് മൂടാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ലൈറ്റ് ആവശ്യമാണ്. പടം വരയ്ക്കാൻ വേണ്ടി ലൈറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ കർട്ടൻ ഞാൻ മൂടും. അങ്ങനെയെങ്കിൽ നിനക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കണ്ണടച്ച് മിണ്ടാതിരിക്കാൻ വേണ്ടി സ്യൂ പറഞ്ഞത്. Couldn't you draw in the other room? asked Johnsy coldly. ജോൺസി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്ക് മറ്റേ മുറിയിലിരുന്ന് എന്താ വരച്ചുകൂടെ? I would rather stay here with you, said Sue. Besides, I don't want you to keep looking at those silly ivy leaves. എനിക്ക് നിന്റെ കൂടെ ഇരിക്കാനാണ് താല്പര്യം. പോരാത്തതിന് ആ ലീവ്സിലേക്ക് നീ നോക്കുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമല്ല. Tell me as soon as you have finished, said Johnsy, closing her eyes and lying white and still. Because I want to see the last leaf fall. I am tired of waiting. I am tired of thinking. പെട്ടെന്ന് തന്നെ നീ എന്ത് ചെയ്യുക? നിന്റെ ജോലി തീർക്ക്. എനിക്ക് അവസാനത്തെ ആ ഒരു ലീഫ് വീഴുന്നത് കാണണം. ഞാൻ വെയിറ്റ് ചെയ്ത് വളരെയധികം ടയേർഡായി. Try to sleep, said Sue a little later. കുറച്ച് കഴിഞ്ഞ് സ്യൂ പറഞ്ഞു, ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു നോക്ക്. I must go downstairs for a minute to get Mr Berman, who is going to sit as my model. എനിക്ക് താഴെ ചെന്ന് മിസ്റ്റർ ബേർമനെ വിളിച്ചുകൊണ്ട് വരണം. അദ്ദേഹമാണ് എൻ്റെ മോഡലായിരിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നത്. But I will be right back. And don't move, and also please promise me not to look out of the window. ഇവിടുന്ന് അനങ്ങരുത്. പോരാത്തതിന് നീ എനിക്ക് പ്രോമിസ് ചെയ്യണം, ഇനി വിൻഡോയുടെ പുറത്തേക്ക് നോക്കില്ല എന്ന്. Old Mr Berman was a painter who lived on the first floor beneath them. തങ്ങളുടെ അപ്പാർട്ട്മെന്റിന് താഴെ താമസിച്ചിരുന്ന ഒരു പെയിന്റർ ആയിരുന്നു ബേർമൻ. He was past 60. 60 വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹത്തിന്. Berman was a failure in art. പടം വരയ്ക്കുന്നതിൽ ഒരു ഫെയിലിയർ ആയിരുന്നു ബേർമൻ. He had always wanted to paint a masterpiece, but he had never yet begun to paint it. അദ്ദേഹത്തിന് എപ്പോഴും ഒരു മാസ്റ്റർപീസ് എന്ന് വെച്ചാൽ തൻ്റെ ഏറ്റവും കഴിവ് പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ആർട്ട് വരയ്ക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. For many years he had painted nothing except now and then something in the line of commercial or advertising work. ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം ഒന്നും തന്നെ വരയ്ക്കാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് പർപ്പസ്, പരസ്യം വരയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യാറുണ്ട്. He earned a little money by serving as a model for those young artists who could not pay the price for a regular model. റെഗുലർ മോഡലിന് പൈസ കൊടുക്കാൻ പറ്റാത്ത യങ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ചെറിയ വിലയ്ക്ക് അദ്ദേഹം മോഡലായിരിക്കാറുണ്ട്. For the rest, he was a fierce little old man who regarded himself as a watchdog and a protector for the 2 young artists living above him, of whom he was very fond. പോരാത്തതിന് അദ്ദേഹം തൻ്റെ നിലയ്ക്ക് മുകളിൽ താമസിക്കുന്ന ആ 2 യങ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ടർ, ഒരു വാച്ച് ഡോഗ്, ഒരു കാവൽക്കാരനെ പോലെയായിരുന്നു അദ്ദേഹം ഇവരെ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. Sue found Berman in his poorly lighted studio. സ്റ്റുഡിയോ എന്ന് വെച്ചാൽ അധികം പ്രകാശമില്ലാത്ത സ്റ്റുഡിയോയ്ക്കകത്ത് സ്യൂ ബെർമനെ കണ്ടു. In one corner of the room stood a blank canvas which had been waiting for 25 years to receive the first line of the promised masterpiece. ആ സ്റ്റുഡിയോയുടെ ഒരു കോർണറിൽ അദ്ദേഹത്തിൻ്റെ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് വെച്ചാൽ ഈ പെയിൻറ്റേഴ്സ് പടം വരയ്ക്കാൻ വേണ്ടി മറ്റേ 3 കമ്പിൽ കൊടുത്തിട്ട് ഒരു
ബോർഡ് വയ്ക്കില്ല, അതാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. 25 വർഷമായിട്ട് മാസ്റ്റർ പീസിൻ്റെ ഫസ്റ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ആ ഒരു ക്യാൻവാസ് അവിടെ കാത്തിരിക്കുകയാണ്. ഷീ ടോൾ ഹിം ഓഫ് ജോൺസീസ് ഫാൻസി. ജോൺസിയുടെ ചിന്തകളെക്കുറിച്ച് സ്യൂ ഈ അദ്ദേഹത്തിനോട് പറഞ്ഞു. ആൻഡ് ഹൗ ഷീ ഫിയർഡ് ഷീ വുഡ് ഇൻഡീഡ് ലൈറ്റ് ആൻഡ് ഫ്രാജൈൽ ആസ് എ ലീഫ് ഹെർസെൽഫ് ഫ്ലോട്ട് അവേ when her slight hold upon the world grew weaker. ജോൺസിയുടെ ആ ഒരു ലൈറ്റ് ആൻഡ് ഫ്രാജൈൽ എന്ന് വെച്ചാൽ വീക്കായിട്ടുള്ള ഒരു മനസ്സ്, ഒരു ഇലയെ പോലുള്ള മനസ്സ് എങ്ങനെ ഫ്ലോട്ട് എന്ന് പറന്നു പോകും, നഷ്ടപ്പെടും എന്നുള്ള കാര്യം. അതായത് സ്യൂവിന് പേടിയാണ് ജോൺസിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന്. ആ കാര്യങ്ങളിൽ ആരെടുത്ത് പറഞ്ഞു? ബെർമനോട് പറഞ്ഞു. ഓൾ ബെർമൻ ഷൗട്ടഡ്, ആർ ദെയർ പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു ആർ ഫൂളിഷ് ഇനഫ് ടു ഡൈ സിംപ്ലി ബിക്കോസ് ലീവ്സ് ഫാൾ ഫ്രം ആൻ ഓൾഡ് വൈൻ. നമ്മുടെ ലോകത്ത് ഇപ്പോഴും ഇതേപോലെ മണ്ടന്മാരുണ്ടോ? അതായത് ഒരു വയനിൽ നിന്ന് ഇല വീഴുന്നതനുസരിച്ച് ഞാനും മരിക്കും എന്ന് പേടിയുള്ള ആരെങ്കിലും. ഐ ഹാവ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്. ഇതേപോലൊരു കാര്യം ഞാൻ കേട്ടിട്ടേ ഇല്ല. വൈ ഡു യു പെർമിറ്റ് സച്ച് സില്ലി ഐഡിയാസ് ടു കം ഇൻ ടു ഹർ മൈൻഡ്? ഓ ദാറ്റ് പുവർ ലിറ്റിൽ മിസ് ജോൺസി. നീ എന്തിനാണ് ഇതേപോലുള്ളൊരു ഐഡിയാസും കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് കയറാൻ അനുവദിച്ചത്? ഓ പാവം കുട്ടി. She is very ill and very weak, explained Sue, and the fever has left her mind full of strange ideas. അവൾ വളരെയധികം അസുഖം ബാധിച്ച് കിടക്കുകയും വളരെയധികം വീക്കുമാണ്. പോരാത്തതിന് ആ ഫീവർ അവളുടെ മനസ്സിലേക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുത്തുകയാണ്. ജോൺസി വാസ് സ്ലീപ്പിംഗ് വെൻ ദേ ബോത്ത് വെന്റ് അപ്സ്റ്റേഴ്സ്. ഇവർ രണ്ടുപേരും മുകളിലേക്ക് പോയപ്പോൾ ജോൺസി അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. Sue pulled down the curtain and mentioned Berman into the other room. സോ എന്ത് ചെയ്തു? കർട്ടൻ താഴ്ത്തിയിട്ടിട്ട് ബർമനെയും കൊണ്ട് മറ്റേ മുറിയിലേക്ക് പോയി. They looked out of the window fearfully at the wine. അവരെന്തോ ചെയ്തു? അവിടെ നിന്നും വിൻഡോയിലൂടെ ആ വൈനിലേക്ക് പേടിയോടെ നോക്കി. Then they looked at each other for a moment without speaking. എന്നിട്ട് രണ്ടുപേരും പരസ്പരം മുഖത്തോട്ട് നോക്കി നിൽക്കുകയാണ്, സംസാരിക്കാതെ. A cold rain was falling mixed with snow. മഞ്ഞും ചേർന്നുള്ള ഒരു തണുത്ത മഴ എന്ത് ചെയ്യുകയാണ്? അവിടെ വീശുകയാണ്. ബെർമൻ took a seat and prepared himself to pose for Sue as a model. സ്യൂവിന് ഒരു മോഡലായിരിക്കാൻ വേണ്ടി ബെർമൻ എന്ത് ചെയ്യുകയാണ്? ഒരു സീറ്റ് ഇട്ട് അവിടെ ഇരിക്കുകയാണ്. When Sue woke up the next morning, she found Johnsy with dull, wide open eyes looking at the window. പിറ്റേ ദിവസം രാവിലെ ജോൺസി എഴിച്ച് നോക്കിയപ്പോഴേക്കും സ്യൂ എഴിച്ച് നോക്കിയപ്പോഴേക്കും ജോൺസി എന്ത് ചെയ്യുകയാണ്? ആ വിൻഡോയിലൂടെ പുറത്തേക്ക് കണ്ണും തുറന്ന് വെച്ച് നോക്കുകയാണ്. ഡൾ എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത രീതിയിൽ. ഓക്കെ. പുൾ അപ്പ് ദ കർട്ടൻ, ഐ വാണ്ട് ടു സീ, ജോൺസി സെഡ് ക്വയറ്റ്ലി. സ്യൂ ഒബേഡ്. ജോൺസി പതുക്കെ പറഞ്ഞു, ആ കർട്ടൻ ഒന്ന് പൊതുക്കേ, എനിക്ക് പുറത്തേക്കൊന്ന് കാണണം. സ്യൂ എന്തോന്ന് ചെയ്തു? അതേപോലെ അനുസരിച്ചു. But oh, after the heavy rain and the strong wind, one leaf was still hanging on the vine. The last leaf, still dark green, it hung bravely from a branch some 20 feet above the ground. ആ മഴയത്ത് എല്ലാ ഇലകളും എന്ത് ചെയ്തു? തറയിൽ വീഴുന്നു. പക്ഷേ ഒരില മാത്രം നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ഏകദേശം നല്ല ശക്തമായി അവിടെ എന്ത് ചെയ്യുകയാണ്? മഴയത്ത് വീഴാതെ പിടിച്ചു നിൽക്കുകയാണ്. ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം 20 അടിയോളം മുകളിലാണ് നിൽക്കുന്നത്. It is the last one, said Johnsy. ഇതാണ് അവസാനത്തേത്. I thought it would surely fall during the night. I heard the wind and the rain. It will fall today and I shall die at the same time. രാത്രി മഴ പെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് ഈ ഇല ഇന്നേക്ക് വീഴുമെന്നാണ്. പക്ഷേ ഇതുവരെ വീണില്ല. ഇന്ന് തന്നെ ഈ ഇല വീഴും. അപ്പോഴേക്കും ഞാനും മരിക്കും. Dear Johnsy, said Sue, placing her face close to the Johnsy's on the pillow. Think of me if you won't think of yourself. What shall I do? ജോൺസിയുടെ അടുത്ത് കയറി കിടന്നതിന് ശേഷം സ്യൂ പറയുകയാണ്, നിനക്ക് വേറൊന്നും നിന്നെക്കുറിച്ച് നിനക്ക് വേവലാതി ഇല്ലെങ്കിൽ നീ എന്നെക്കുറിച്ച് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യും? The day wore away and even through the twilight they could see the lone ivy leaf clinging to its stem against the wall. അന്നേ ദിവസം കഴിഞ്ഞു. ഇപ്പോഴെന്തായി? ട്വൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സന്ധ്യാസമയമായി. ട്വൈലൈറ്റ് എന്ന് വെച്ചാൽ സന്ധ്യ എന്ന് മാത്രമല്ല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവുമുള്ള ഒരു പ്രകാശം നിറഞ്ഞ ഒരു അവസ്ഥയാണ് ട്വൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോഴെന്ത് ചെയ്യുകയാണ്? ആ വാളിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്റ്റെമ്മിൽ ഇപ്പോഴും ആ ഇല തൂങ്ങിക്കിടക്കുകയാണ്. ആൻഡ് ദെൻ വിത്ത് ദ കമ്മിങ് ഓഫ് ദ നൈറ്റ് ദ നോർത്ത് വിൻഡ് വാസ് അഗെയിൻ ലൂസ്ഡ് ആൻഡ് ദ റെയിൻ ബിഗൻ ടു ഫാൾ ഹെവിലി.
രാത്രി ആയപ്പോഴേക്കും ആ നോർത്ത് വിൻഡ് പിന്നെയും ലൂസായി എന്ന് വെച്ചാൽ പിന്നെയും വളരെ ശക്തമായി വീശാൻ തുടങ്ങി, കൂടെ മഴയും പെയ്യാൻ തുടങ്ങി. When it was light enough, Chauncey, the merciless, commanded that the curtain be raised. The ivy leaf was still there. അല്പ പ്രകാശം വന്നപ്പോഴേക്കും ജോൺസി ഒരു ദൈവവുമില്ലാതെ സൂവിനോട് പറയുകയാണ്, കർട്ടൻ പൊക്ക്, എനിക്ക് ആ ലീഫിനെ കാണണം. പക്ഷേ ആ ലീഫ് എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇതുവരെയായിട്ടും വീണതില്ല. ജോൺസി lay for a long time looking at it, and then she called to Sue. I have been a bad girl, Sue, said Chauncey. Something has made the last leaf stay there just to show me how bad I was. It is a sin to want to die. You may bring me a little soup now, and then put some pillow behind me, and I will sit up and watch you cook. കുറച്ചു നേരം ആ ഇലയെ നോക്കിയിരുന്നതിന് ശേഷം സ്യൂവിനെ ജോൺസി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ബാഡ് ഗേൾ ആയിരുന്നു ഇതുവരെ. അതായത് ഈ ഇല വീഴുമ്പോൾ ഞാൻ മരിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷേ മരിക്കാൻ താല്പര്യപ്പെടുക അല്ലെങ്കിൽ മരണത്തെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ ഒരു സിൻ, ഒരു പാവമാണ്. നീ എന്ത് ചെയ്യുക, എനിക്ക് കുറച്ച് സൂപ്പ് കൊണ്ടുപോവാ, എന്നിട്ട് എൻ്റെ പുറകിൽ കുറച്ച് പില്ലോ തലങ്ങണകൾ എടുത്തു വയ്ക്ക്, ഞാൻ എന്ത് ചെയ്യാം, നീ കുക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാം. An hour later, she said, Sue, someday I hope to paint the Bay of Naples. 1 മണിക്കൂർ കഴിഞ്ഞതും ജോൺസി പറഞ്ഞു, സ്യൂ, എന്നെങ്കിലും ഒരിക്കൽ ആ ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. The doctor came in the afternoon. ഡോക്ടർ അന്നേ ദിവസം വൈകിട്ട് വന്നു. Even chances, said the doctor, taking Sue's thin shaking hands in his. സൂവിൻ്റെ ആ ഉണക്ക കൈയെടുത്ത് തൻ്റെ കയ്യിലേക്ക് വച്ചതിന് ശേഷം പറഞ്ഞു, കുറച്ച് ചാൻസ് ഉണ്ട്. With good nursing you will win. And now I must see another case I have downstairs. നല്ല നേഴ്സിംഗ് ഉണ്ടെങ്കിൽ, നല്ല പരിചരണമുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിലേക്ക് മടങ്ങി വരാം. എനിക്ക് എന്ത് ചെയ്യണം, താഴെ വേറൊരു കേസുണ്ട്, അതുകൂടി നോക്കണം. Berman, his name is. Some kind of an artist, I believe. Pneumonia too. He is an old weak man and the attack is acute. ബെർമൻ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും നിങ്ങളുടെ പോലെ ഒരു ആർട്ടിസ്റ്റാണ്. ന്യൂമോണിയാണ് അദ്ദേഹത്തിന് പറ്റിയത്. അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു അക്യൂട്ട് എന്ന് വെച്ചാൽ സീവിയർ, വളരെയധികം തീവ്രമായതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. There is no hope for him. അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതീക്ഷയും വേണ്ട. But he goes to the hospital today to be made more comfortable. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ച് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി. അതായത് മരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്വസ്ഥത കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. The next day, the doctor said to Sue, she is out of danger. You want nutrition and care now, that's all. പിറ്റേ ദിവസം ഡോക്ടർ സ്യൂവിനോട് പറഞ്ഞു, അവൾക്ക് ഇനി പ്രശ്നമൊന്നുമില്ല, താൻ ജയിച്ചു, ഇനി അവൾക്ക് വേണ്ടത് ന്യൂട്രീഷനും പോഷകങ്ങളും പിന്നെ കെയർ, ഇതാണ് വേണ്ടത്. And that afternoon, Sue came to the bed where Chauncey lay contentedly and put one arm around her, pillows and all. അന്നേ ദിവസം വൈകുന്നേരം സ്യൂ എന്തോ ചെയ്തു, നേരെ ജോൺസിയുടെ അടുത്തേക്ക് വന്നു. ജോൺസി എന്ത് ചെയ്യുകയാണ്, കണ്ടന്റഡ്ലി എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് തൻ്റെ കൈ പില്ലോയുടെ പുറത്തേക്ക് വെച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്, കിടക്കുകയാണ്. I have something to tell you, she said. സ്യൂ പറഞ്ഞു, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. Mr Berman died of pneumonia today in the hospital. ന്യൂമോണിയ ബാധിച്ച് മിസ്റ്റർ ബെർമൻ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. He was ill only for 2 days. വെറും 2 ദിവസം മാത്രമാണ് അദ്ദേഹം അസുഖം ബാധിച്ച് കിടന്നത്. They found him the morning of the first day in his room downstairs, helpless with pain. ആരും സഹായിക്കാനില്ലാതെ വേദന എടുത്ത് കിടക്കുന്ന അദ്ദേഹത്തെ ഫസ്റ്റ് ദിവസം രാവിലെയാണ് കുറച്ച് പേര് കണ്ടത്. His shoes and clothing were wet through an icy cold. അദ്ദേഹത്തിൻ്റെ ഷൂസും പിന്നെ ക്ലോത്ത്സും എന്ത് ചെയ്യുകയാണ്, ആ തണുപ്പ് കാരണം മൊത്തം നനഞ്ഞ് കിടക്കുകയാണ്. They couldn't imagine where he had been on such a dreadful night. ആ മഴയത്ത് ഇദ്ദേഹം രാത്രി എവിടെ പോയിരുന്നുവെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. And then they found a lantern, still lighted, and a ladder that had been dragged from its place, and some scattered brushes and a palette with the green and yellow colors mixed on it. And look out of the window, dear, at the last ivy leaf on the wall. പിന്നെ അവർ കണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ലാൻറ്റൺ എന്ന് വെച്ചാൽ ഒരു ലാമ്പ്, പിന്നെ ഒരു ലാഡർ ദാറ്റ് ഹാഡ് ബീൻ ഡ്രാഗ്ഡ് ഫ്രം ഇറ്റ്സ് പ്ലേസ്, വച്ചിരുന്ന സ്ഥലത്ത് നിന്നും വലിച്ചെടുത്തുകൊണ്ട് പോയ രീതിയിൽ ഒരു ഏണി, പിന്നെ കുറച്ച് സ്കാറ്റേർഡ് ബ്രഷസ്, പിന്നെ ഒരു പാലറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആർട്ടിസ്റ്റുകൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിരുന്ന ഒരു പ്ലേറ്റ് പോലെ നിങ്ങളുടെ സംഭവങ്ങളില്ലേ, അതാണ് പാലറ്റ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഗ്രീനും യെല്ലോ കളർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
എന്നിട്ട് പറഞ്ഞു, നീ ആ പുറത്തേക്ക് ഒന്ന് നോക്ക്, ഇപ്പോഴും വിഴാതെ നിൽക്കുന്ന ആ ഒരു ഐവി ലീഫിലേക്ക്. Didn't you wonder why it never fluttered or moved when the wind blew? നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാറ്റടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അനങ്ങുകയോ അല്ലെങ്കിൽ മാറുകയോ ചെയ്തുവെന്ന്? ഓ ഡാർലിംഗ്, ഇറ്റ്സ് ബെർമൻസ് മാസ്റ്റർ പീസ്. ഹി പെയിന്റഡ് ഇറ്റ് there the night that the last leaf fell. മിസ്റ്റർ ബെർമൻ വരച്ചതാണ് ആ പടം, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്. അന്നേ ദിവസം രാത്രി അവസാനത്തെ ഇല വീണപ്പോഴേക്കും അദ്ദേഹം വരച്ചതാണ് ഈ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഓക്കെ, ന്യൂമോണിയ ബാധിച്ച ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ സഹായിച്ചു, അദ്ദേഹത്തിന് ന്യൂമോണിയ വന്ന് അദ്ദേഹം തട്ടിപ്പോയി. സിമ്പിളായിട്ടുള്ള കഥയാണ്, അല്പം കോമഡി എന്ന് വേണമെങ്കിൽ പറയാം, അല്പം ട്രാജഡിയും ഉണ്ട്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.